ഈ പ്രതിമ സന്തോഷപൂർവ്വം സ്വീകരിച്ചാട്ടെ. വിറ്റാ നല്ല വില കിട്ടും. എനിക്കിത് വിൽക്കാനും വാങ്ങാനൊന്നും സമയമില്ല. വാടക കാശായിട്ട് തന്നാ മതി. അച്ചായൻ ഇതിന്റെ മൂല്യം അറിയില്ല. 500 വർഷത്തിനു മുമ്പ് ജീവിച്ചിരുന്ന ഒരു കോനാതിരിയുടെ പ്രതിമയാണിത്. രാജകുലോത്തുംഗമംഗ കോനാതിരി. 5000 വർഷത്തെ പഴക്കമുണ്ടെന്ന് പറഞ്ഞാലും പ്രതിമ എനിക്ക് വേണ്ട. ആ പ്ലാൻ മനസ്സിരിക്കട്ടെ, വർക്കിയോട് വേണ്ട. എന്നെ തെറ്റിദ്ധരിക്കുന്ന സങ്കടമുണ്ട്. ഇത് പ്ലാനോ പദ്ധതി ഒന്നുമല്ല. കുറെ കാലമായി കൊച്ചുവർക്കിച്ചായാലും ഒരു ശില്പ സമ്മാനമായി തരണമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇന്നാണ് അതിന് പറ്റിയ സാഹചര്യം ഉണ്ടായത്. ഇത് വാങ്ങണം, ഷോക്കേസിൽ വെക്കാം, അച്ഛന്റെ സ്മാരകമായിട്ട്. ദയവ് ഇത് വേണ്ടെന്ന് പറയരുത്. നിറഞ്ഞ മനസ്സോടെ സന്തോഷത്തോടെ ഇത് സ്വീകരിച്ചാലും. മുട്ടത്തലയാണെങ്കിലും മുഖലക്ഷണമുണ്ട്. ഉണ്ടുണ്ട്. പുണ്യാളന്റെ പ്രതിമ അല്ല. അല്ലല്ല. പക്ഷെ കണ്ണുകൾക്ക് നല്ല ജീവൻ. തത്തച്ചുണ്ട മൂക്ക്, ഇരട്ട താടി. എന്തായാലും മൊത്തത്തിൽ നല്ല ലക്ഷണമുണ്ട്. ഏതായാലും നീങ്ങുതാ. എന്റെ തല പൊട്ടിയതാ തോന്നുന്നത്. മാവിന്റെ കൊമ്പ, നല്ല നിമിത്തം. ഇതാണ് പ്രതിമ വാങ്ങിക്കാൻ പറ്റിയ സന്ദർഭം. പെട്ടെന്ന് തന്നെ വാങ്ങിക്കൂ. വാങ്ങാൻ കൈ നീട്ടിയതേ ഉള്ളൂ, തല പോയി. ഏത് കുരങ്ങന്റെ പ്രതിമയാണോ ഇത്? അവലക്ഷണം. ഒരു സിദ്ധന്റെയാ. ആരുടെ ആയാലും കൊള്ളാം. കാശുമില്ല, തലയും പോയി. ഇനി തള വിടാൻ വൈദ്യുതി തപ്പണം. അതിനുള്ള പണം താൻ തരണം. നാളെ ഞാൻ വരും. കൊണ്ടുപോടാ. എന്റെ അടുത്തൊന്നും ഒഴിഞ്ഞു പോകാൻ ഇഷ്ടമില്ലല്ലേ? കുറിച്ച് നോക്കുന്നുണ്ടല്ലേ? ആനിഷത്വമില്ലാത്ത